ആലിയാസ് ബ്ലോഗിൽ ഇന്ന് നമുക്കൊരു മേത്തി ചിക്കൻ പരിചയപ്പെടാം. മേത്തി ചിക്കൻ എന്ന് പറയുമ്പോൾ ഇത് നോർത്ത് ഇന്ത്യൻകാർ പറയുന്ന നമ്മുടെ ഉലുവ ഇലയ്ക്ക് പറയുന്ന ഒരു പേരാണ് മേത്തി. ഓക്കെ, സോ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് സാധാരണ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ്. നമ്മളധികം പൊടികളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇത് ഒരു സവോള എടുത്തിട്ടുണ്ട്, ഒരു വലിയ സവോള, 2 തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില, പുതിനയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പല, ഇതെല്ലാം കൂടെ ഒരു പേസ്റ്റ് ആക്കിയിട്ടെടുക്കുക. അതിനു മുമ്പ് തന്നെ നമുക്ക് ചിക്കൻ കുറഞ്ഞതൊരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും മഞ്ഞൾപ്പൊടി, ഉപ്പും, ഞാൻ കുറച്ച് വിനാഗിരിയാണ് ചേർത്തിരിക്കുന്നത്, അത് ചേർത്ത് ഒരു സൈഡിൽ മാറ്റി വെച്ച്. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ ഉലുവയില. ഞാൻ എല്ലാ കറികളിലും തന്നെ ഈ ഉലുവയില ചേർക്കാറുണ്ട്. എനിക്ക് ഇതുപോലെ ലൈവായിട്ട് കിട്ടിയില്ലെങ്കിൽ ഉണങ്ങിയ ഉലുവ, ഇത് നമുക്ക് കസൂരി മേത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അത് യൂസ് ചെയ്യാറുണ്ട്. ഹെൽത്തിന് നല്ലതാണ്. ഷുഗറൊക്കെ ഉള്ളവർക്കും ഷുഗറും കൊളസ്ട്രോളുകാർക്കും ഇതൊക്കെ നല്ലതാണ്. ഞാൻ എല്ലാ കറികളിലും യൂസ് ചെയ്യാറുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഉള്ളിയൊന്നും വഴറ്റുന്നില്ല. ഉള്ളിയൊക്കെ നമ്മൾ ഈ പേസ്റ്റിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് 1 സ്പൂൺ ജീരകപ്പൊടിയും 1.5 സ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇപ്പം നമ്മുടെ അരപ്പിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റോളം നമുക്കിത് വേവിച്ചെടുക്കാം. 15-20 മിനിറ്റ് നേരം ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് വേവിച്ചെടുക്കാം. പകുതി വേവായി കഴിയുമ്പോൾ ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഉലുവയില എത്രയാണെങ്കിലും നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. കയ്പൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് അതിനകത്ത് കണ്ട് ഇപ്പോൾ ഇലയിൽ നിന്ന് നമുക്ക് കാണാൻ പോലും പറ്റും. ഇപ്പം നമ്മുടെ ചിക്കൻ നല്ലപോലെ വേവായിട്ടുണ്ട്. ഞാൻ ഇന്നിതിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു സെമി ഗ്രേവിയിലാണ്. ഇത് തന്നെ ഞാൻ ഡ്രൈ ആയിട്ടും എടുക്കാറുണ്ട്. രണ്ടും നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തി, അപ്പം, ബ്രെഡ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. ഉണ്ടാക്കിയപ്പോൾ തന്നെ കണ്ടില്ലേ, ഇത് നല്ലൊരു ഹെൽത്തി ചിക്കനാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് തരണേ. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഇനിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.